10ാം ക്ലാസ്സിൽ ഐടിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് അഥവാ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്. അതിൽ ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പല ചോദ്യങ്ങളും നിങ്ങളുടെ IT പബ്ലിക് എക്സാമിന് കാണാം. ഓക്കെ, അത്തരത്തിൽ നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഏകദേശം ഈ രീതിയിൽ ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓക്കെ ആണല്ലോ, അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലയാളം മീഡിയത്തിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് മാതൃകയിലുള്ളത് പോലെ ഒരു ചിത്രം തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്ത് വേണം, SVG ഫയലായിട്ട് നമ്മുടെ exam10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സേവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കിയ ഒരു ഇമേജ് ഗ്രൂപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത്രയേ പറഞ്ഞുള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ചെയ്തിട്ട് വന്നാലോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ക്സ്കേപ്പിന്റെ വിൻഡോ എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിലാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു പേജ് ബോർഡർ ഇവിടെ നിന്ന് ഒഴിവാക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം, ഫയലിലേക്ക് പോവും. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഉണ്ടാവും. ഇവിടെ താഴെ ബോർഡർ എന്ന് പറയുന്ന സ്ഥലത്ത് ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ഈ ഒരു ടിക്ക് മാർക്ക് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ആ ഒരു പേജ് ബോർഡർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇത്തരത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ വരക്കണം, എന്നിട്ട് ഒരു ചെറിയൊരു സർക്കിൾ വരക്കണം, വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരക്കണം, എന്നിട്ട് നമ്മളിവിടെ ഒരു സർക്കിൾ പകുതിയായി മുറിച്ചിട്ട് അവിടെ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം. ഇവിടെ സൈഡിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്. ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഒരു സ്ക്വയർ ആണ്, ഒരു സമചതുരം പോലെ നമുക്ക് വരക്കാം. ഓക്കെ, ഇനി നമുക്കിതിന് കളർ കൊടുക്കണം. കളർ എങ്ങനെ കൊടുക്കാം, ഇവിടെ താഴെ കളർ പാലറ്റ് ഉണ്ട്. കളർ പാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് കളർ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റിലേക്ക് വരിക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ വരും. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഫിൽ എന്ന് പറയുന്ന ടാബിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലാറ്റ് കളർ എന്ന് കാണാമല്ലോ. ഈ ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ കളർ പാലറ്റിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് ഏകദേശം അതേപോലുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം, നമുക്ക് ചെറിയൊരു സർക്കിൾ വരച്ചിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം അത് കാണാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിനും അതേ കളർ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ബ്ലാക്ക് കൊടുക്കാം. താഴെ കളർ പാലറ്റിൽ നിന്നും ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കതിനെ കുറച്ച് വലുതാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ഇവിടെയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെ വലിച്ചിട്ട് ആവശ്യമുള്ള രീതിയിലേക്ക് ക്രമീകരിക്കാം. ഓക്കെ, ഇനി നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മൗസ് കൊണ്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ ഏറോ കീ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് നീക്കി വെക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് റെക്റ്റാങ്കിൾ വരക്കാനുള്ള ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ പിടിച്ച് വലിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരക്കാം. അപ്പോൾ ഇവിടെ സർക്കിൾ ടൂൾ ഉണ്ട്. ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ഇവിടെ ഇത്തരത്തിലൊരു സർക്കിൾ വരക്കും. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഫുള്ള് വേണ്ട അല്ലേ, ഈ സർക്കിളിൻ്റെ പകുതി മതി, ഈ വൃത്തത്തിൻ്റെ പകുതി മതി. അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് 180 എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ആ പകുതി ഭാഗം അങ്ങോട്ടേക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പകുതി ഭാഗം മാത്രമായിട്ട് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് ട്രാൻസ്ഫോം ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എഡിറ്റിലേക്ക് പോവുക. ഇവിടെ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി അമർത്തിയാലും മതി. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഞാനിപ്പം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതുകൊണ്ട് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്ന് നിന്നിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വേറെ ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ ഞാനിത് കുറച്ച് താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് നിന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് ചെറുതാക്കണം. അതിനായിട്ട് നമ്മുടെ കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ തന്നെ വെക്കാം. ഇതിനായല്ലോ. ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു നീലയുള്ള ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ച് കളയണം. അതിനായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ
രണ്ടിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇത്തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് മുറിച്ച് കളയാണ് വേണ്ടത്. അതുകൊണ്ട് പാത്തിൽ ഡിഫറൻസ് കൊടുക്കാം. പാത്തിൽ ഡിഫറൻസ്. അപ്പോൾ ആ ഒരു ഭാഗം മുറിഞ്ഞു പോയി. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണമല്ലോ. ബ്ലാക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ചോദ്യമൊക്കെ എടുത്ത് നോക്കാൻ പറ്റും ഇടയ്ക്കിടെ. അപ്പോൾ ഇതാ ഇവിടെയാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ വെക്കാം. എക്സാമിനും ഇത്തരത്തിൽ നിങ്ങൾക്ക് ചോദ്യം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയായിട്ട് വെക്കുന്നു. ഇനി ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കി ഒന്ന് വൃത്തിയിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ പിടിച്ച് വലിച്ച് അതിനെ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചെറുതാക്കുമ്പം കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഏകദേശം റെഡിയാക്കിയല്ലോ. ഇത്രയല്ലേ പാർട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പോയിന്റ് കൂടിയുണ്ട്. ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഇത് മുഴുവനായിട്ട് ആദ്യം സെലക്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായി ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാം ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അത് ഗ്രൂപ്പായി. ഇനി നമ്മളോട് ചോദ്യത്തിൽ എങ്ങനെ സേവ് ചെയ്യാനാണ് പറഞ്ഞത്? സേവ് ദ ഇമേജസ് SVG ഫയൽ. ശ്രദ്ധിക്കണം, SVG. ചിലപ്പോൾ നിങ്ങളോട് PNGയിൽ എക്സ്പോർട്ട് ചെയ്യാനാണ് പറയുക. ഇവിടെ SVG ഫയലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SVG ഫയലിൻ exam 10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാ? അതിനായിട്ട് ഫയലിലേക്ക് പോവുക. ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സേവ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഹോമിലെ, ഇവിടെ ഹോം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഹോമിലെ exam 10 എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തേക്ക് വരിക. ഓക്കെ, ഇവിടെ ഇതാ മുകളിൽ ഈ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ ഇട്ട് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് _ ഒരു കീ ഉണ്ട്, അത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ചോദ്യ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ഞാൻ ഒന്നാമത്തെ ചോദ്യമാണെങ്കിൽ 1 എന്ന് കൊടുക്കുന്നു. ഇവിടെ .svg എന്ന് തന്നെ വന്നിട്ടുണ്ടാവും. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഒരു വാട്ടർ മെലൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റെഡിയാക്കിയാലോ. ചോദ്യത്തിൽ ഇത്രയും പറഞ്ഞുള്ളൂ. നമ്മുടെ നേരത്തെ ചോദ്യം പോലെ തന്നെയാണ്. ഇത്തരത്തിലൊരു ഇമേജ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അത് SVG ഫയലായിട്ട് തന്നെ സേവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാ? ആദ്യം നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു പേജ് ബോർഡർ അവിടെ നിന്ന് ഒഴിവാക്കാം. ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിതാ ഇത്തരത്തിലൊരു ബോക്സ് ഉണ്ട്. ഇവിടെ ഷോ പേജ് ബോർഡർ എന്നുള്ളത് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ ഒരു ടിക്ക് മാർക്ക് പോക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ ഒരു ബോർഡർ അങ്ങ് പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെമി സർക്കിൾ വരക്കണം അല്ലേ? എങ്ങനെ? താഴെ ഭാഗം മാത്രമുള്ള ഒരു സെമി സർക്കിൾ വരക്കണം. അതിനായിട്ട് സർക്കിൾ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതാ ഇത്തരത്തിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകൾ ഭാഗം, ഈ ഒരു ഭാഗം വേണ്ട. ഈ ഒരു ഭാഗം മാത്രമേ വേണ്ടൂ. അർദ്ധവൃത്താണ് വേണ്ടത്. ഈ ഒരു താഴെയുള്ള ഭാഗം മാത്രമേ വേണ്ടൂ. അതിനെന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 150 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള ഭാഗം അങ്ങോട്ടേക്ക് പോകും. മുകളിലുള്ളതാണ് കിട്ടുക. എന്നാൽ നിങ്ങൾ എൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ 180 180 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിലുള്ള ഭാഗം ഒഴിവായി കിട്ടും. താഴെ മാത്രം നമുക്ക് കിട്ടി അല്ലേ? ഇത്തരത്തിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഏകദേശം ഒരു വീഡിയോ ആയിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിന് കളർ കൊടുക്കണം. നമ്മുടെ ചോദ്യപേപ്പറിൽ ഈ ഒരു ഗ്രീൻ കളറ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് തന്നെ, താഴെ നിന്ന് കളർ പാലറ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് 2-3 വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി അമർത്താം. അല്ലെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇതാ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ തൽക്കാലം ഞാൻ മറ്റൊരു കളർ കൊടുക്കാം. തൽക്കാലം ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കാം. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കാം. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ചോദ്യം നോക്കുക. ചോദ്യത്തിൽ ഇതാ ഇവിടെ ഒരു ഡാർക്ക് കളർ, പിന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അതൊരു വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഒരു ഡാർക്ക് റോസ്, ഒരു റെഡ്, ആ ഒരു കളർ വന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊരു വൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഓക്കെ, റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്താൽ മതി. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിൻഡോ വരും. ഇവിടെ ഫിൽ ടാബിനകത്ത് നമുക്കിവിടെ നാലാമതായിട്ട് റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന് കാണാം. 1 2 3 4 നാലാമതായിട്ട് റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോഡ് വന്നത് കാണാം. ഇതിൽ ഈ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് ഒരു
റെഡ് പോലുള്ള ഒരു കളർ കൊടുത്തു, ഒരു റെഡ് കളറായിട്ട് കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ നോഡിനെ പിടിച്ച് വലിച്ചിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇതാ ഈ ഒരു ചോദ്യത്തിൽ നോക്കുക, ഇവിടെ ഈ ഒരു കുരു വരച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് സർക്കിൾ ടൂൾ എടുക്കാം. സർക്കിൾ ടൂൾ, ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ഞാൻ തൽക്കാലം ഇവിടെ ഒരു സർക്കിൾ വരക്കുന്നു. കണ്ടില്ലേ എന്താ പറ്റിയേ, അത് പകുതിയെ വന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്, നേരത്തെ നമ്മൾ സർക്കിൾ വരച്ചപ്പോൾ അവിടെ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇത് ഇവിടെ 180 എന്നാണ് വന്നത്, 180. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ പകുതിയായി പോയത്. ഓക്കെ, അത് മാറ്റാനൊരു വഴിയുണ്ട്. ഇതെന്തോ തെറ്റിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അത് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ, അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ കണ്ടോ ഒരു സർക്കിൾ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കളർ മാറ്റാം, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ ആക്കിയിട്ട് വെക്കാം. കുറച്ച് ചെറുതാക്കാം, കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ചൊന്ന് ചെറുതാക്കി. ഓക്കെ, നമുക്ക് എത്ര എണ്ണം വേണം, 1 2 3 4 5 5 വേണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണല്ലോ. ഇതാ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം അതേപോലുള്ള ഒരു ചിത്രം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം. എങ്ങനെയാണ് പറഞ്ഞത്, SVG ഫയലിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതാ SVG ഫയലിൽ സേവ് ചെയ്യണം. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, മുഴുവനായിട്ട് സെലക്ട് ആയി. ഇനി ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തു. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് ഓർ സേവ് ആസ് കൊടുക്കാം. ഞാനിവിടെ സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ, ഇവിടെ ഹോം ഉണ്ട്, ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് എന്ത് പേര് കൊടുക്കാം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _ കൊടുക്കുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് സേവ് ചെയ്യും. ഓക്കെ, സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇത്രയും വീണ്ടും ഈ പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തതാ ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്കർ തയ്യാറാക്കാനാണ് പറയുന്നത്. മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ തയ്യാറാക്കണം. ക്രിയേറ്റ് എ സ്റ്റിക്കർ ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആഡ് ദ ടെക്സ്റ്റ് ഗോഡ്സ് ഓൺ കൺട്രി ടു ദ ഇമേജ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഓക്കെ, ഇവിടെ ഈ ഒരു മോഡലിൽ കാണുന്നത് പോലെ നമുക്കിത് ഇത്തരത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്താലോ. അപ്പോൾ വീണ്ടും ആപ്ലിക്കേഷനിൽ പോകുന്നു. ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു പേജ് ബോർഡർ ഒഴിവാക്കാം. അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇവിടെ നിന്നും ഷോ പേജ് ബോർഡർ അവിടെ ഒഴിവാക്കാം. എന്നിട്ട് ഈ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇത്തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് അകത്ത് വൈറ്റ് കൊടുക്കണം അല്ലേ. വൈറ്റ് കളർ ഫില്ലായിട്ട് കൊടുക്കാം. എന്നിട്ട് സ്ട്രോക്ക് ആയിട്ട് ബ്ലാക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് വൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കളർ പാലറ്റിൽ നിന്നും വൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിന് സ്ട്രോക്ക് വേണം. അപ്പോൾ സ്ട്രോക്ക് കിട്ടാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കണം. അപ്പോൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. ഓക്കെ, ഓൾറെഡി ഇവിടെ ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു വിൻഡോ കിട്ടും. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഫ്ലാറ്റ് കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്, സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് വളരെ ചെറുതാണ്. അത് കൂട്ടിക്കൊടുക്കണം. അത് കൂട്ടണമെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോകാം. സ്ട്രോക്ക് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് കൂട്ടിക്കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് കൂട്ടാം. ഓക്കെ, ഞാൻ ഏകദേശം ഇത്രയാക്കി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലുള്ളൊരു അർദ്ധവൃത്തം, ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അതിനായിട്ട് ഇവിടെ സർക്കിൾ ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ പുറത്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്തുകൊണ്ടാണ് സർക്കിൾ ഇങ്ങനെ വന്നത്, അതിന് സ്ട്രോക്ക് ഉണ്ടല്ലേ. ആ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. എന്നിട്ട് ഇവിടെ നോ പെയിൻറ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രോക്ക് പോയി. ഇതിന് വൈറ്റ് അല്ല വേണ്ടത്. തൽക്കാലം നമുക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്യണം. നമുക്കിതൊരു കളർ മാറ്റാം. ഓക്കെ, ഇത്രയും ആക്കി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സർക്കിളിനെ പകുതിയാക്കണം. ഓക്കെ, ഇതിനെ പകുതിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ എൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 180 എന്ന് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്തിന് പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെയായി വെച്ചു. ഇനി നമുക്കിതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കാം,
ഇവിടെ ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ ഒരു കളർ ഉണ്ട്, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊരു യെല്ലോ ആയിട്ട് വന്നു. അപ്പോൾ ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുക്കാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ ഫിൽ എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. ഫിൽ എന്ന് പറയുന്ന ടാബിൽ ഇവിടെ മൂന്നാമതായിട്ട് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നത് കാണാം. ഈ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള നോഡ് വരും. ഇവിടെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് യെല്ലോ കൊടുത്തു. ഈ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലുള്ള ആ ഒരു കളർ കൊടുക്കാം. എന്നിട്ട് ഈ നോഡിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പിടിച്ച് വലിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പം ഏകദേശം ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞതുപോലെ റെഡിയാക്കി. ഇനി നമുക്ക് എന്ത് വേണം, ഇതാ ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഈ ഒരു രൂപത്തിൽ, ആ ഒരു ആർക്ക് രൂപത്തിൽ അഥവാ ആ ഒരു കമാൻ ആകൃതിയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇവിടെയുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇതാ ഇതിന് മുകളിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഇതിന് മുകളിൽ 3 തവണ പ്രസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് സെലക്ട് ആയി കിട്ടും. എന്നിട്ട് ഇവിടെ നോർമൽ എന്നാണുള്ളത്, ഇവിടെ ഇത് മാറ്റിയിട്ട് ബോൾഡ് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടി കൂടി. ഇനി നമുക്കിതിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. ഫോണ്ട് സൈസ് കൂട്ടാൻ നിങ്ങൾക്കിതാ ഇവിടെയുണ്ട്, ഈ 30 എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ച് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോം ടൂൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ പിടിച്ച് വലിച്ചാലും ഇതിൻ്റെ ആ ഒരു വലിപ്പം കൂട്ടാം. ഓക്കെ, ഇത്രയാക്കി നമുക്കിതിനെ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഏകദേശം ചോദ്യത്തിൽ പറഞ്ഞ പോലുള്ള ഒരു കളർ കൊടുത്തു. ഇനി ഞാൻ ഇതിനെ വലിച്ച് ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു ആകൃതിയിലേക്ക് മാറ്റണം. അതിനായിട്ട് ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇതാ ഈ ഒരു സെമി സർക്കിൾ ആണല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെലക്ട് ആയി. ടെക്സ്റ്റിലേക്ക് പോകുന്നു, ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റണം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ക്രിയേറ്റ് ആനുള്ള ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ജി ഉണ്ടല്ലോ, ജിയുടെ മുമ്പിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഏകദേശം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എത്തിക്കാം. ഓക്കെ, ഏകദേശം ഇത്രയായി എത്തിച്ചു. റെഡിയാണല്ലോ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, ചോദ്യത്തിൽ ഇത്രയേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അതാ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനായിട്ട് ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇതിനെ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളോട് എങ്ങനെ സേവ് ചെയ്യാൻ പറഞ്ഞത്, സേവ് ദ ഇമേജ് ആസ് ആൻ SVG ഫയൽ. SVG ഫയലായിട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. അത് exam10 ഫോൾഡർ ആണ്, നമുക്കറിയാലോ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഫയലിൽ സേവ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _question നമ്പർ ആയിട്ട് നമുക്കിവിടെ ഈ ഒരു ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യും. ഈ പ്രവർത്തനവും കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഓക്കെ, ഇതേപോലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാ മലയാളം മീഡിയത്തിൻ്റെ ചോദ്യം ഇവിടെയുണ്ട്. ഫ്രെയിം തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ scenery.png എന്ന് പറയുന്ന ചിത്രം ഉൾപ്പെടുത്തണം. ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ആ scenery.png എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ് SVG ഫയലായിട്ട് തന്നെ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തു. ഈ ഒരു പേജ് ബോർഡർ നമുക്ക് ഒഴിവാക്കാം. അതിനായിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ ഷോ പേജ് ബോർഡർ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ആ ഒരു പേജ് ബോർഡർ പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇത്തരത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ വരച്ച് ചേർക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ വരക്കാനുള്ള ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. വരച്ചല്ലോ. ഇനി ഇതിൻ്റെ കളർ മാറ്റണം. ഇതാ ഇവിടെ നിന്നും മെറൂൺ എന്ന് പറയുന്ന കളർ കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിന് കളർ മാറ്റണം. താഴെ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നിന്ന് ആ ഒരു കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിനെ കുറച്ച് ചെറുതാക്കണം അല്ലേ. അപ്പോൾ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതാ ഇവിടെ പിടിച്ച് കുറച്ചൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ഈ 2 സൈഡും കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഏകദേശം നമ്മുടെ ആ ഒരു ചോദ്യത്തിലുള്ളതുപോലെ നമുക്കിതിനെ ക്രമീകരിക്കാം. സെറ്റാണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു റെക്റ്റാങ്കിൾ കൂടിയുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ ചെറുതാക്കാം. അപ്പോൾ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കി വെക്കാം.
ഓക്കെ, ഇതിപ്പം രണ്ടും ഒരേ കളറായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. ഇതാ ഇവിടെ ഒരു സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത്തരത്തിൽ നമുക്ക് സ്ട്രോക്ക് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളത്. എന്നിട്ട് നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലേക്ക് പോവാം. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്താൽ മതി. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ വരും. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. ഇവിടെ ഫ്ലാറ്റ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാപ്പോൾ അവിടെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ഇവിടെ ബ്ലാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതിന് ഇത്ര ഒരു വിഡ്ത്ത് വേണ്ട അല്ലേ, കുറച്ച് നേരിയതാണ് വേണ്ടത്. അതുകൊണ്ട് സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോയിട്ട് വിഡ്ത്ത് കുറച്ച് കൊടുക്കാം. ഇത്രയും റെഡിയായല്ലോ. നമ്മുടെ ചോദ്യം നോക്കാം. ഇതാ ഇനി ഇവിടെ ഒരു ഇമേജ് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു PNG ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്? അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു. അവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കാം. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇവിടെ scenery.png എന്ന് പറയുന്ന ചിത്രം കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെ വന്നു. അതിനെ നമുക്ക് പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവരാം. ഇനി ഇതിനെ കുറച്ച് വലുതാക്കണമല്ലോ. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിത് എവിടെയെങ്കിലും പിടിച്ചൊന്ന് വലിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും റെഡിയാക്കി. ഇതാ നമ്മുടെ ചോദ്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഇത് അവസാന പാർട്ടുണ്ട്, ഗ്രൂപ്പ് എൻറ്റയർ ഇമേജ്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അത് മുഴുവനായിട്ട് സെലക്ട് ആയി. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഗ്രൂപ്പായി. ഇനി നമുക്ക് ഏത് രീതിയിലാണ് സേവ് ചെയ്യേണ്ടത്? SVG ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഫയലിൽ സേവ് കൊടുക്കാം. ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി SVG ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. സേവ് കൊടുക്കാം. ഇത്രയേ വേണ്ടൂ. ഈ പ്രവർത്തനവും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്ര സമയം ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൊരു പ്രവർത്തനമാണ്, ഒരു ചോദ്യമാണ്. അതായത് നിങ്ങൾക്കൊരു SVG ഫയൽ ഓൾറെഡി തന്നിട്ടുണ്ട്. badge.svg എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് badge.svg എന്ന് പറയുന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്നിട്ട് മാതൃകയിലുള്ളതുപോലെ ഒരു ബാഡ്ജ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ബാഡ്ജ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. Make another circle in the middle of the circle, adjust its size. Type the text and arrange it according to the circle in the middle. എന്നിട്ട് ശ്രദ്ധിക്കുക, PNG ഫയലായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. PNG ഫയലായിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യാനാണ്. എക്സ്പോർട്ട് ദ ഇമേജസ് PNG. മലയാളം ഇവിടെ കാണാം. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമായി PNG ഫയലായി എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ക്സ്കേപ്പ് തന്നെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതുവഴി നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, .svg ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് ഫയലിൽ ഓപ്പൺ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, ഗ്രാഫിക്സിലേക്ക് വരുന്നു, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫയലിൽ ഓപ്പൺ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക, SVG ഫയലാണ് നിങ്ങളോട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഹോമിലെ എക്സാം ഡോക്യുമെന്റിൽ പോയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫയലിൽ ഓപ്പൺ കൊടുത്താലും മതി. SVG ഫയൽ ആയതുകൊണ്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സാം ഡോക്യുമെന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ badge.svg എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. കാരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇവിടെ വൃത്തത്തിന് മധ്യത്തിലായി മറ്റൊരു വൃത്തം കൂടി നിർമ്മിച്ച് വലിപ്പം ക്രമീകരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് മുകളിൽ വന്ന് നിന്നിട്ടുണ്ട്. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതാ ഇത്തരത്തിൽ ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കളർ വേറെ ഒന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു കളർ കൊടുക്കാം. കൊടുത്തു. ഇനി നമുക്കിത് ഇത്തരത്തിലൊരു ടെക്സ്റ്റ് കൊടുക്കണം അല്ലേ. സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ ഇതാ ഇവിടെ ഉണ്ട്. ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പുറത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിലാണല്ലേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കീബോർഡിലെ ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്യണം. എന്നിട്ട് ഒരു തവണ അത് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിതിനെ ബോൾഡ് ആക്കണം. അതിനായിട്ട് ഇതിന് മുകളിൽ 3 തവണ ഒന്ന് സ്പീഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് മുഴുവനായിട്ട് സെലക്ട് ആവും. എന്നിട്ട് ഈ ഒരു നോർമൽ മാറ്റിയിട്ട് ബോൾഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ കട്ടി കൂടി നമുക്ക് ഇതിനെ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് ഇതിനെ കുറച്ച് വലുതാക്കണം. ഒന്നിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്നും ഇതിൻ്റെ ഒരു ഫോണ്ട് സൈസ് കൂട്ടാം. അല്ലെങ്കിൽ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ കുറച്ചൊന്ന് പിടിച്ച് വലിച്ച് വലുതാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കണം. കളർ മാറ്റാൻ വേണ്ടിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കളർ പാലറ്റിൽ നിന്നും ആവശ്യമായിട്ടുള്ള എന്താണ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നടുവിലുള്ള സർക്കിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കാരണം ഇത് ഇവിടെ റൗണ്ട് ആയിട്ടാണ് നമുക്ക് വരേണ്ടത്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ
ടെക്സ്റ്റിലേക്ക് പോവുക, എന്നിട്ട് ഇവിടെ പുട്ട് ഓൺ പാത്ത് എന്ന് കാണാം, അത് കൊടുക്കുക. ഇപ്പോൾ അത് നമുക്കിതാ ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ആവശ്യമുള്ള രീതിയിലേക്ക് ക്രമീകരിക്കണം. ഇതിൽ ഈ ഒരു ടെക്സ്റ്റിനെ കുറച്ച് വലിപ്പം കൂട്ടാം, ഫോണ്ട് സൈസ് കൂട്ടാം. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. ഇതിന് മുകളിൽ ഒരു 3 തവണ പ്രസ് ചെയ്താൽ മതി. സ്പീഡിൽ ക്ലിക്ക് ചെയ്താൽ അത് മുഴുവനായിട്ട് സെലക്ട് ആവും. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് വലുതാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഈ ഒരു സർക്കിളിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ചോദ്യത്തിൽ കാണാം, അത് കുറച്ചൊന്ന് വിട്ടിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏകദേശം സെൻട്രലായിട്ട് ക്രമീകരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് അധികമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ വി കണ്ടില്ലേ, ഇതിനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് സ്പേസ് കൊടുക്കാം. ഇവിടെയും നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലുള്ള കുറച്ചൊരു സ്പേസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലൊരു സംഭവം വരും. ഇതിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കറക്കാം. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കറങ്ങാൻ. ഇപ്പോൾ എന്തായാലും കറക്കേണ്ട, നമുക്കിത് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. ആ ഒരു രീതിയിൽ വെക്കാം. ഓക്കെ, ഏകദേശം ചോദ്യത്തിൽ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ വെച്ചു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മധ്യത്തിൽ ഓക്കെ അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് PNG ഫയലായി എക്സ്പോർട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, PNG ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. മുഴുവനായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ അത് ഗ്രൂപ്പായി. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് PNG ഇമേജ് ആണ്. അപ്പോൾ എക്സ്പോർട്ട് PNG ഇമേജ് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് എക്സ്പോർട്ടായി കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ടാബ് തന്നെയല്ലേ വന്നിട്ടുണ്ടാവുമെന്ന് നോക്കിക്കോ. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ടായി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫയൽ നെയിം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞിട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് അത് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുക്കാം. 1 2 3 4 5 6 അണ്ടർസ്കോർ ഇത് എത്രാമത്തെ ചോദ്യമാണോ ആ ഒരു ചോദ്യം കൊടുക്കാം. ഓക്കെ ഇത്രയും കൊടുത്തു. എന്നിട്ട് .png എന്ന് കൊടുക്കാം. എന്നിട്ട് സേവ് ബട്ടൺ ഇവിടെയുണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ പോരെ, ഇത്ര മാത്രം ചെയ്താൽ സേവ് ആയി എക്സ്പോർട്ട് ആയി എന്ന് വിചാരിക്കരുത്. ഇനി എന്ത് ചെയ്യണം, ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സംഭവം അവിടെ എക്സ്പോർട്ട് ആയിട്ട് വരില്ല. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇതിന് വേണ്ടു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം, ഓപ്പൺ ദ ഫയൽ road_bg.svg. ഇതൊരു SVG ഫയലാണ്. SVG ഫയൽ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അറേഞ്ച് ദ മൈൽ സ്റ്റോൺ ബിഹൈൻഡ് ദ ബുഷസ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഓക്കെ, ഇത്തരത്തിലൊരു മൈൽ സ്റ്റോൺ ഈ ഒരു സംഭവം തയ്യാറാക്കിയിട്ട് ഓക്കെ ഇവിടെയുള്ള ഒരു ചെടിയില്ലേ, ആ ചെടീൻ്റെ പുറകിലായിട്ട് ക്രമീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതാ ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ വഴി ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ആ ക്രമത്തിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് SVG ഫയലാണ്. അപ്പോൾ നമുക്ക് ഫയലിൽ ഓപ്പൺ കൊടുത്താൽ മതി. ഫയലിൽ ഓപ്പൺ കൊടുക്കുക. അതെവിടെയുള്ളത്, നമ്മുടെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമുക്കിതാ road_bg.svg എന്ന് പറയുന്ന ഫയലുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഒന്നിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. ഓക്കെ, ഇതാ നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു ചോദ്യത്തിൽ കാണാം, ഇതാ ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ വരച്ചു, പിന്നെ ഒരു സെമി സർക്കിൾ വരച്ചു, അതിനെ കൃത്യമായിട്ട് കളറും സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് കൊടുത്തു. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വരക്കാനുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാനിതാ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കും. ഓക്കെ, വരച്ചു. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്, വൈറ്റ് കൊടുത്തു. ഓക്കെ, സ്ട്രോക്ക് ഇവിടെ ഉണ്ട്. സ്ട്രോക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഓക്കെ, ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലൊരു വിൻഡോ കിട്ടും. ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റിൽ ഇവിടെ ഫ്ലാറ്റ് കളർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള സ്ട്രോക്കിൻ്റെ കളർ കൊടുക്കാം. ബ്ലാക്ക് തന്നെയാണ് വേണ്ടത്. എന്നിട്ട് സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് എത്രയാണോ വിടുത്ത് വേണ്ടത് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ ഇത്ര വിടുത്ത് വേണ്ട, കുറച്ചൊന്ന് ചെറുതാക്കാം. കുറച്ച് വിടുത്ത് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സർക്കിൾ വരയ്ക്കാനുള്ള ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരക്കാം. ഇതിപ്പം സെമി സർക്കിളായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഇത് മുഴുവനായിട്ടുള്ളൊരു സർക്കിളായിട്ട് തന്നെയാണ് വന്നതെങ്കിൽ നിങ്ങളിവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 180 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയിക്കോളും. ഇനി നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് വെക്കാം. ഓക്കെ, ഇതാ ഇവിടെ പിടിച്ച് വലിച്ചിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ കളർ മാറ്റണം. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ യെല്ലോ കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചോദ്യത്തിൽ നോക്കാം. ഇവിടെ NH47 എന്ന് എഴുതണം. അപ്പോൾ അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. മുഴുവനായി സെലക്ട് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നോർമൽ മാറ്റി ബോൾഡ് കൊടുക്കുക.
എന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോം ടൂൾ എടുത്തിട്ട് നമുക്കിതിനെ കുറച്ച് വലുതാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ നിന്ന് കുറച്ച് ഫോണ്ട് സൈസ് കൂട്ടിയാലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ട്രാൻസ്ഫോം ടൂൾ എടുക്കുക, എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കുറച്ച് ചെറുതാക്കണം. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് ചെറുതാക്കാം. ഇനി താഴെ 20 കിലോമീറ്റർ എന്ന് കൊടുക്കണം. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, 20 km എന്ന് കൊടുത്തു. ഇതിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് നോർമൽ മാറ്റി ബോൾഡ് കൊടുക്കുക. ഓക്കെ, കുറച്ച് വലുതാക്കാം. ഇവിടെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. താഴെ കേരള എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, വീണ്ടും ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, കേരള എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതും സെലക്ട് ചെയ്ത് ബോൾഡ് കൊടുക്കാം. കുറച്ച് വലുതാക്കാം. ഓക്കെ, കുറച്ചൊന്ന് വലുതാക്കി ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൊടുക്കാം. അതിൻ്റെ കളർ മാറ്റണം. താഴെ നിന്നും റെഡ് കളറാണുള്ളത്, ഏകദേശം ഒരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ ആണല്ലോ. നമുക്കിത് ഇത്ര നീളം വേണ്ട, ഇതിൻ്റെ നീളം കുറക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഇവിടെയുള്ള ചെടിയുടെ പുറകിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലേ, ക്രമീകരിച്ച് വെക്കണം. അതിനായിട്ട് നമ്മളിത് ഇതിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഊരി വരും. അപ്പോൾ അങ്ങനെയല്ല, നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ വെക്കുക. കുറച്ച് ചെറുതാക്കണം. ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൺട്രോളും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ചൊന്ന് ചെറുതാക്കുക. എന്നിട്ട് ഇവിടെ ചെടിയുടെ ഇവിടെ ആയിട്ട് വെക്കുക. എന്നിട്ട് ഞാനിവിടെ വെച്ചു. ഇനി നമുക്കിതിനെ പുറകിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ ലോവർ കൊടുക്കുക. മാറരുത്, ഒബ്ജക്റ്റിൽ ലോവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പുറകിലാണ് ഇപ്പം പോയത്. ഇനി ഒന്നുകൂടി പുറകിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ചെടിയുടെ പുറകിലേക്ക് പോകും. അപ്പോൾ വീണ്ടും അത് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോവർ ഒന്നുകൂടി കൊടുക്കാം. അപ്പോൾ അവർ ചെടിയുടെ പുറകിലായി. അതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റായി. നമ്മുടെ ചിത്രത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇതേപോലെ റെഡിയാക്കി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? തയ്യാറാക്കിയ ചിത്രം രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പറായിട്ട് SVG ഫയലായിട്ട് സേവ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ആദ്യം ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ഇത് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാം. മുഴുവനായി സെലക്ട് ചെയ്തു. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം. ഫയലിൽ സേവ് ആസ് കൊടുക്കാം. ഓക്കെ, ഫയലിൽ സേവ് ആസ്, കാരണം നമ്മൾ ഇങ്ക്സ്കേപ്പിലുള്ള ഒരു SVG ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഡോക്യുമെൻറ്റിലുള്ള ആ ഒരു ഫോൾഡറിൽ പോയിട്ട് സേവ് ആവും. ഇപ്പം നമുക്ക് നമ്മുടെ ഫോൾഡറിലാണ് സേവ് ആയി കിട്ടേണ്ടത്. അതുകൊണ്ട് ഫയലിൽ സേവ് ആസ് കൊടുക്കാം. ഓക്കെ, ഫയലിൽ സേവ് ആസ്. എന്നിട്ട് എവിടെ സേവ് ചെയ്യണം? ഹോമിലെ exam 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പറും കൊടുത്തു. .svg എന്ന് അവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ സേവ് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ, പരിപാടി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ അടുത്തൊരു IT വീഡിയോയുമായി വീണ്ടും കാണാം.